പല സാഹചര്യത്തിലും കോളുകളൊന്നും വരണ്ട, ഇന്റർനെറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ? അതിപ്പോൾ ഓൺലൈനിൽ ഗെയിം കളിക്കുമ്പോഴായാലും ഇനി ആരെങ്കിലും അനാവശ്യമായിട്ട് വിളിക്കാനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ കരുതാറുണ്ട് ഇങ്ങനെ നമുക്ക് കോളുകളൊന്നും വേണ്ട, ഇന്റർനെറ്റ് ഉപയോഗിക്കണമെന്ന്. അപ്പോൾ അതിനുള്ള ഒരു സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ കോളുകൾ ബ്ലോക്ക് ചെയ്ത് ഇന്റർനെറ്റ് മാത്രം എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ കൈവശം ഉപയോഗിക്കാതെ കിടക്കുന്ന മറ്റൊരു ഫോൺ നമ്പർ കൂടി ഉണ്ടായിരിക്കണം. അതിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന നമ്പർ, അല്ലെങ്കിൽ റീചാർജ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇൻകമിംഗ് കോളുകൾ കട്ടായി കിടക്കുന്ന ഫോൺ നമ്പർ. അങ്ങനെ ഒരു ഫോൺ നമ്പർ നിങ്ങളുടെ കൈവശമോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കൈവശമോ അല്ലെങ്കിൽ വളരെയധികം പരിചയമുള്ള ആൾക്കാരുടെ കൈവശമുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം. അപരിചിതരുടെ ഫോൺ നമ്പർ ഒരിക്കലും സെറ്റ് ചെയ്യാൻ പാടില്ല, പിന്നെ നിങ്ങൾക്ക് തന്നെ പണിയാവും. ഇത് സെറ്റ് ചെയ്തെടുക്കാനുള്ള 2 മെത്തേഡുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒന്ന്, നമുക്ക് ജസ്റ്റ് നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. മറ്റൊന്ന്, നമുക്ക് ഡയൽ പാഡിനകത്ത് സെറ്റിങ്സ് ഉണ്ട് ഇത് സെറ്റ് ചെയ്യാനുള്ളത്, അങ്ങനെയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ഫോണിലെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഞാൻ ടൈപ്പ് ചെയ്യുന്നത് പോലെ ടൈപ്പ് ചെയ്യുക. ആദ്യം സ്റ്റാർ, വീണ്ടും സ്റ്റാർ, 2 1 സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഒരു നമ്പർ, സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്ന ഫോൺ നമ്പർ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാതെ ഇൻകമിംഗ് കോള് കട്ടായി കിടക്കുന്നതായിട്ടുള്ള നമ്പർ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. ആ നമ്പർ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഇതുപോലെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും അവസാനം ഹാഷ് കൂടി ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെയുള്ള കോൾ ബട്ടൺ ഒന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കോൾ ഫോർവേഡിംഗ് രജിസ്റ്റർ വാസ് സക്സസ്ഫുൾ എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഇതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കോള് വരില്ല. കോള് പോകുന്നത് നിങ്ങൾ കൊടുത്ത നമ്പറിലായിരിക്കും, അത് സ്വിച്ച് ഓഫ് ആണെന്ന് പറയും. പക്ഷേ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് നിങ്ങളുടെ ഫോണിൽ യഥേഷ്ടം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ആവശ്യത്തിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ഫോൺ കോളുകൾ വരണമെങ്കിൽ ഇത് ഓഫ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഹാഷ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം 2 1 ഹാഷ് ടൈപ്പ് ചെയ്ത് കോൾ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കോൾ ഫോർവേഡിംഗ് എറൈസ് സക്സസ്ഫുൾ എന്ന നോട്ടിഫിക്കേഷൻ വരും. ഇതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് കോളും വരും, സാധാരണ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞു തരാം. ഞാനിത് ഗൂഗിൾ ഡയലർ ആപ്പിലാണ് കാണിക്കുന്നത്. നിങ്ങൾ കമ്പനി തരുന്ന ഡയലർ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാറ്റമുണ്ടാവും, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ആദ്യം ഡയലർ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇടതുഭാഗത്തുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ലഭിക്കും. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ കോളിംഗ് ആൻഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അത് ഓപ്പൺ ചെയ്താൽ ഓപ്പറേറ്റഡ് റിലേറ്റഡ് സെറ്റിംഗ്സ് ഉണ്ടാകും, അത് ഓപ്പൺ ചെയ്യുക. ശേഷം കോൾ ഫോർവേഡിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വോയിസ് കോൾ തിരഞ്ഞെടുക്കുക. പിന്നെ ഡുവൽ സിം ഉണ്ടെങ്കിൽ സിം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ കൂടി ഉണ്ടാവും. എന്നിട്ട് അല്പനേരം കാത്തിരുന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓൺ ആയി കിട്ടും. ഏറ്റവും മുകളിലുള്ള ഓൾവേസ് ഫോർവേഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെയുള്ള നമ്പർ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പം കോൾ ഫോർവേഡിംഗ് ആക്ടിവേറ്റ് ആകുന്നതാണ്. ഇനി ഇത് ഓഫ് ചെയ്യാൻ ഇതേ ഓപ്ഷനിലേക്ക് തന്നെ തിരിച്ചു വരണം. അതിനുശേഷം ഓൾവേസ് ഓൺ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.